ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. നാളെ നിയമസഭാ കക്ഷി യോഗം ചേരുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും നാളെ ഉണ്ടായേക്കും. അതുല്യ രാമചന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ലഫ്റ്റനന്റ് ഗവർണറെ കാണാനുള്ള അനുവാദം ലഭിച്ചോ? നാളെ തന്നെ അനുവാദം ലഭിക്കുമോ? അത് രാവിലെ ആയിരിക്കുമോ വൈകിട്ടായിരിക്കുമോ? ബനേഷ്, കെജ്രിവാൾ നാളെ വൈകിട്ട് 4:30 ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയെ കാണും എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതിനു മുൻപായി തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിനു വേണ്ടി 11:30 നിയമസഭാ കക്ഷി യോഗം ചേരും. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിരുന്നു. വിശദമായ ചർച്ചകൾക്ക് വേണ്ടി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിരുന്നു. എന്നാൽ ആ യോഗത്തിൽ ആരെ തിരഞ്ഞെടുക്കണം, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കും പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ആദ്യം നവംബറിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനാകുമോ എന്ന ഒരു ചോദ്യമായിരുന്നു കേന്ദ്ര സർക്കാരിനോട്, അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. എന്നാൽ ഫെബ്രുവരി 15 വരെ നിലവിലെ സർക്കാരിന് കാലാവധിയുണ്ടെന്നും മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ മത്സരത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾക്ക് സമയം ആവശ്യമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രം വീണ്ടും ഇത്ര പെട്ടെന്ന് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ 6 മാസ കാലാവധിയേ ഉള്ളൂ എങ്കിൽ പോലും പുതിയൊരു മുഖ്യമന്ത്രിയെ ആ ഒരു സ്ഥാനത്തേക്ക് ആലോചിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സാധ്യത വരുന്നത്. നിലവിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് അതിഷി മർലേനയും സൗരഭ് ഭരദ്വാജും അടക്കമുള്ളവരാണ്. കെജ്രിവാളിന്റെ രാജിയും അതുപോലെ തന്നെ നാളെ നടക്കാനിരിക്കുന്ന യോഗത്തിൽ ഇത്തരത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചത് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ വക്താവായിട്ടുള്ള സൗരഭ് ഭരദ്വാജാണ്. സൗരഭ് ഭരദ്വാജിന്റെ പേരും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് തന്നെ കേൾക്കുന്ന ഒരു പേരാണ്. നിലവിൽ അദ്ദേഹം ഈ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിസഭയിൽ വിജിലൻസ്, ആരോഗ്യം എന്നീ വിഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹമാണ് എപ്പോഴും AAPയുടെ മുഖമായിക്കൊണ്ട് ഇത്തരത്തിൽ വാർത്താ സമ്മേളനങ്ങളായാലും വിശദീകരണ യോഗങ്ങളിലായാലും നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ദേശീയ വക്താവ് എന്ന ആ ഒരു വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നിറങ്ങി നിന്നിരുന്ന ഒരു മുഖമായിരുന്നു സൗരഭ് ഭരദ്വാജിൻ്റെത്. അതുകൊണ്ട് തന്നെ സൗരഭ് ഭരദ്വാജിന്റെ പേര് ഈ സാധ്യതാ പട്ടികയിൽ തന്നെ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗരഭ് ഭരദ്വാജിനൊപ്പം നിൽക്കുന്ന മറ്റൊരു പേരാണ് അതിഷി മർലേനയുടേത്. മനീഷ് സിസോദിയ പുറത്തായപ്പോൾ മന്ത്രിയായി വന്നതാണ് അതിഷി മർലേന. നിലവിൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പുമാണ് അതിഷി മർലേന കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളും സിസോദിയയും ജയിലിലായപ്പോൾ പാർട്ടിയെ നേരിട്ട് നിന്ന് നയിച്ചത് അതിഷി മർലേനയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നേതൃപാടവം ഉണ്ട് എന്ന് തെളിയിക്കുക മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾക്ക് തന്നിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്നതിനായി അതിഷിയെയായിരുന്നു ആം ആദ്മി പാർട്ടി നിയോഗിച്ചിരുന്നത്. ഇതിൽ നിന്നും എത്രത്തോളം വിശ്വാസം പാർട്ടിക്കും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർക്കും അതിഷിയുടെ മേലുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിഷിക്കും സാധ്യത വളരെയധികം കൂടുതലുണ്ട്. മറ്റൊരു പേര് ഉയർന്നു കേൾക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയായ സുനിത കെജ്രിവാളിൻ്റെതാണ്. എന്നാൽ സുനിത കെജ്രിവാളിനെ മത്സരിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകം വെറും മെലോ ഡ്രാമാറ്റിക് ആയി പോകും എന്ന വിമർശനം ആം ആദ്മി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ ഈ 3 പേരും അതുപോലെ തന്നെ യുവമന്ത്രിയായ രാഘവ് ചദ്ദ അടക്കമുള്ളവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള അന്തിമ തീരുമാനം നാളെ ഓരോ MLA-മാരുടെ അഭിപ്രായവും തേടും എന്നാണ് ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അതുല്യ രാമചന്ദ്രന് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എന്താണ് അഭിപ്രായം? ഒരു മാധ്യമപ്രവർത്തക എന്നതിലപ്പുറം ഞാൻ അറിഞ്ഞതിൽ നിന്ന് അതിഷി മർലേന മുഖ്യമന്ത്രി ആകുന്നതിനെ കുറിച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം എന്നത്. സുനിത കെജ്രിവാളിൻ്റെ കഴിവുകളെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുകയോ അല്ല, മറിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജിക്ക് ശേഷം വിശദീകരണ യോഗങ്ങളിലും സമ്മേളനങ്ങളിലും വലിയ രീതിയിൽ തന്നെ സംസാരിക്കുവാനും നിലപാടുകൾ വ്യക്തമാക്കാനും എല്ലാം സുനിത കെജ്രിവാളിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡൽഹി പോലൊരു സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ BJPയെ പോലൊരു വലിയ പാർട്ടിയെ എതിർത്തുകൊണ്ട് ഭരണം പിടിക്കുക, നല്ല രീതിയിൽ ഇത്രത്തോളം കളങ്കങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയെ അതിൽ നിന്നെല്ലാം വിമുക്തമാക്കിക്കൊണ്ട് ജനങ്ങളിൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ അതിന് അതിഷി മർലേനയ്ക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല അതിഷി മർലേന നമ്മൾ നേരത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയെ നയിച്ചുകൊണ്ട് ഒരു അവസരത്തിൽ പോലും പതറാതെ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ തൻ്റെ നേതൃപാടവം
മാത്രമല്ല നയപരമായിട്ടുള്ള ആ ഒരു ബുദ്ധി കൂടി എങ്ങനെ ഏത് തരത്തിൽ കൊണ്ടുപോകാം എന്ന രീതിയിൽ നയപരമായ ഒരു ബുദ്ധി കൂടി തെളിയിച്ചിട്ടുള്ള ആളാണ് അതീഷി മർലേന. നിരവധി പ്രായമുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ അനുഭവ സമ്പത്തുണ്ട് എന്ന് പറയപ്പെടുന്ന നിരവധി പ്രായമേറിയ നേതാക്കൾ ഉണ്ടായിരുന്നിട്ട് കൂടി ആ പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും. മാത്രമല്ല ഇതുവരെ കണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള ആ വിദ്യാഭ്യാസം ഏത് രീതിയിൽ പ്രയോഗിക്കണം എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ്, ആ ഒരു വിവേചന ബുദ്ധിയും കൂടിയുള്ള അത്തരത്തിലുള്ളൊരു നേതാവായാണ് അതീഷി മർലേനയെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ സുനിത കെജ്രിവാളിനപ്പുറം ആ ഒരു ലെഗസി അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മന്ത്രി സുനിത കെജ്രിവാളിനെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതിന് പകരം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് നേതൃപാഠവും നയതന്ത്രത്തിലുള്ള തൻ്റെ ബുദ്ധിയും എല്ലാം തെളിയിച്ചിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിനായിരിക്കും കഴിയുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബനീഷ്, അപ്പോൾ നാളെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് ഗവർണറെ വൈകിട്ട് 4:30 കാണുന്നതിന് മുമ്പേ തന്നെ രാവിലെ 11:30 മണിക്ക് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ധാരണയാകും എന്ന് കരുതാമോ? തീർച്ചയായും നാളെ 11:30 ചേരുന്ന യോഗത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് സൗരഭ് ഭരദ്വാജ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ 4:30 നടക്കുന്ന ഗവർണറുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ തന്റെ രാജിക്കത്ത് അദ്ദേഹത്തിന് കൈമാറാൻ സാധിക്കുകയുള്ളൂ. ഒരു അനിശ്ചിതത്വത്തിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് അത്തരത്തിലൊരു അനിശ്ചിതത്വത്തിൽ ആക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും തന്റെ രാജിക്കത്ത് കൈമാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ നിശ്ചിതമായ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ നാളെ രാജിക്കത്ത് കൈമാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അത് അവസാനിക്കുമ്പോഴേക്കും അടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉയർന്നു വന്നിരിക്കുമെന്ന് തന്നെയാണ് ബനീഷ് പറയുന്നത്. ശരി, നാളെ വൈകിട്ടാവുമ്പോഴേക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന വിശേഷണം ഒഴിവാക്കേണ്ടി വരും. ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഡൽഹിയുടെ ഭരണചരിത്രത്തിൽ ഇതിഹാസപരമായ മാറ്റങ്ങൾ വരുത്തിയ ചരിത്ര പുരുഷനായി മാറിയ അരവിന്ദ് കെജ്രിവാൾ നാളെ മുതൽ മുഖ്യമന്ത്രി അല്ലാതായി മാറുന്നു. അത് പിന്നീട് ഭാവിയിലേക്ക് എന്താണ് കരുതി വെക്കുന്നത് എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ രാഷ്ട്രീയമായ ആകാംക്ഷയും. ഇന്ദ്രപ്രസ്ഥത്തെ സംബന്ധിച്ച് അതിൻ്റെ ഭരണപരമായ ഭാവി എന്താവും എന്നതിനെ സംബന്ധിച്ചിട്ടും ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്താകും എന്നതിനെ സംബന്ധിച്ചിട്ടും ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുല്യ രാമേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.